Okay, so discussing about the concept of particle in a one-dimensional box. We are saying that for the case of a particle in a one-dimensional box, the wave function for that particle will be given by the equation psi is equal to root of 2 by L sine n pi x by L. ഇതാണ് ഒരു വൺ ഡയമെൻഷണൽ ബോക്സിലുള്ള പാർട്ടിക്കിളുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ആ ബോക്സിന്റെ ലെങ്ത് ആണ്. n എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പർ എന്നാണ് അതിനെ വിളിക്കുന്നത്. n is called the quantum number and n can have only some discrete set of values. n ന് ചില പ്രത്യേക വാല്യൂസ് പോസിബിൾ ആയിട്ടുള്ളൂ. And those values are 1, 2, 3, 4 and so on. 1 മുതൽ 1, 2, 3 എന്ന് പറയുന്ന വാല്യൂസ് മാത്രമേ n ന് പോസിബിൾ ആയിട്ടുള്ളൂ. n 0 ആവാൻ പറ്റില്ല. n cannot be negative and it cannot be a fraction. അപ്പോൾ n can have only a discrete set of real numbers. ആ ഒരു സെറ്റ് മാത്രമേ അതിന് പോസിബിൾ ആയിട്ടുള്ളൂ. പൈ as you all know is 3.14. x defines the position of the particle. x എന്ന് പറയുന്ന പാർട്ടിക്കിളുടെ പൊസിഷൻ and l again the length of the box. അപ്പോൾ ഇതാണ് പാർട്ടിക്കിളുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. We have also calculated the energy of that particle in the one-dimensional box. And that is given by E is equal to n square h square by 8m l square. ഇതാണ് ആ one-dimensional ബോക്സിലുള്ള പാർട്ടിക്കിളുടെ എനർജി എന്ന് പറയുന്നത്. n square h square by 8m l square. n again the quantum number, h the Planck's constant, m is the mass of the particle, l is the length of the box. So the energy of the particle depends upon the quantum number n, the mass of the particle m, and also the length of the box. ഇതാണ് പാർട്ടിക്കിളുടെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്ക് പാർട്ടിക്കിളുടെ വേവ് ഫംഗ്ഷൻ കിട്ടി, നമുക്ക് പാർട്ടിക്കിളുടെ എനർജി കിട്ടി. വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാർട്ടിക്കിൾസിന്റെ പല ഫിസിക്കൽ പാരാമീറ്റേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് എനർജി, ലൈക്ക് മൊമെന്റം, ലൈക്ക് വേവ് ലെങ്ത്, ഇതെല്ലാം നമുക്ക് വേവ് ഫംഗ്ഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Now, ground state energy level, that is the lowest possible energy of the particle, is when the quantum number is 1. Quantum number 1 ആകുമ്പോഴാണ് ഈ പാർട്ടിക്കിളുടെ ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ എനർജി ആയിട്ട് നമ്മൾ പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഡിപെൻഡ്സ് upon the quantum number n and the lowest value of n is 1. So n 1 ആകുമ്പോഴാണ് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ, എനർജിക്ക് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വരുന്നത്. ദാറ്റ് ഇസ് ഫ്രോം ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവൽ and that is when you put n is equal to 1 you get, that is called E1 and that is called h square by 8m l square. അപ്പൊ n 1 ആണ് ഇവിടെ. So this becomes h square by 8m l square. So you need to understand that the lowest possible value of energy of the particle is not 0. അതായത് പാർട്ടിക്കിളുടെ ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ലെവൽ, അതായത് ലോവസ്റ്റ് എനർജി എന്ന് പറയുന്നത് ഇതാണ്, E1 ആണ്. അതായത് ദിസ് ഇസ് നോൺ സീറോ, ഇത് സീറോ അല്ല, ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു സീറോ, which means that even at 0 Kelvin, that is even at absolute 0, the particle has some freedom of motion, has some energy. അതായത് absolute 0 പോലും പാർട്ടിക്കിളുടെ എനർജി 0 അല്ല, അപ്പോഴും ആ സ്റ്റേറ്റിലും പാർട്ടിക്കിളിന് കുറച്ച് എനർജി ഉണ്ട്. And because of that, even at absolute 0, which means that even at absolute 0, the particle will continue to move inside the box. കാരണം എനർജി ഉണ്ട്. അപ്പൊ എനർജി ഉണ്ടെന്ന് അതിനർത്ഥം the particle can move about inside the box even at absolute 0. Now, according to quantum mechanics, at absolute 0, the particle energy should be 0. But according to quantum mechanics, even at absolute 0, the energy of the particle is non-zero. So this lowest possible value of energy is called the 0 point energy. ഈ ലോവസ്റ്റ് പോസിബിൾ വാല്യൂ, എനർജിയുടെ ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ വാല്യൂവിനാണ് നമ്മൾ 0 point energy എന്ന് പറയുന്നത്. അത് കാരണം ഇറ്റ് ഈസ് നോൺ സീറോ ആണ്. അപ്പൊ ഇതാണ് കേസ്. ആൻഡ് ദിസ് എക്സിസ്റ്റൻസ് ഓഫ് 0 point energy ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നമുക്കിത് കുറച്ച് അബ്സേർഡ് ആയി തോന്നും, എന്തുകൊണ്ട് ആബ്സൊല്യൂട്ട് 0-ലും പാർട്ടിക്കിളുടെ എനർജി 0 ആവുന്നില്ല, കാരണം യാതൊരു എനർജി ഇല്ലാന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് ആക്ച്വലി ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് പാരലൽ ആയിട്ടാണ് പോകുന്നത്. കാരണം ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് പൊസിഷനും മൊമെന്റും, പാർട്ടിക്കിളുടെ പൊസിഷനും മൊമെന്റും സൈമൾട്ടേനിയസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്.
സബാറ്റോമിക് പാർട്ടിക്കിൾസിന്റെ കേസിൽ. അപ്പോ അങ്ങനെയാണെങ്കിൽ ആബ്സലൂട്ട് സീറോയില് വെലോസിറ്റി സീറോ ആയി കഴിഞ്ഞാൽ, അതായത് പാർട്ടിക്കിൾ എനർജി ഇല്ലെങ്കിൽ നാച്ചുറലി വെലോസിറ്റി വിൽ ബി സീറോ. അപ്പൊ പിന്നെ അതിന്റെ പൊസിഷനും മൊമെന്റം ഫിക്സ്ഡ് ആയി, മൊമെന്റം സീറോ ആണ്, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല. സോ ഇറ്റ് പൊസിഷൻ ക്യാൻ ഓൾസോ ബി ഡിറ്റർമിൻഡ് വിത്ത് ആക്യുറസി. പ്രിസൈസ് ആയിട്ട് നമുക്ക് അതിന്റെ പൊസിഷനും മൊമെന്റവും നമുക്ക് പ്രിസൈസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ആ പാർട്ടിക്കിൾ എനർജി ഉള്ള കാരണം പാർട്ടിക്കിൾ ആബ്സലൂട്ട് സീറോയിലും ഹാസ് സം ഫ്രീഡം ഓഫ് മോഷൻ, which means that there is uncertainty in position and there is uncertainty in momentum of that particle or the velocity of that particle, and this is in accordance with Heisenberg's uncertainty principle. അപ്പൊ അവിടെയും ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ എനർജി സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യും. കാരണം ആ കേസിൽ നമുക്ക് പൊസിഷനും മൊമെന്റവും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിന്റെ അനുസരിച്ച് 0 കെൽവിനിലും എനർജി ആ പാർട്ടിക്കിളിന് ഉണ്ട്. അപ്പൊ ആ കേസിലും പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റവും ആബ്സലൂട്ട് സീറോയിൽ പോലും അൺസർട്ടൺ ആണ്. That is in accordance with uncertainty principle. So the existence of zero point energy is in concordance with Heisenberg uncertainty principle. Okay. Any particle energy levels, the spacing between any two consecutive levels is given by the equation delta E is equal to 2n plus 1 h square by 8m l square. Now h square by 8m l square is also equal to E1. So I can also write delta E is equal to 2n plus 1 into E1. E1 is the 0 point energy. Okay. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് we try to graphically represent the wave functions. ആ പാർട്ടിക്കിളുടെ വേവ് ഫംഗ്ഷൻസ് നമ്മൾ ക്ലാസിക്കൽ റെപ്രസെന്റ് ചെയ്യാൻ നോക്കി. Wave functions by plotting the wave functions corresponding to the value of n. n ന്റെ വാല്യൂ അനുസരിച്ച്, അതായത് ഈ ക്വാണ്ടം നമ്പർ അനുസരിച്ച് ഈ വേവ് ഫംഗ്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യാം. n ന്റെ വാല്യൂ ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുക, 1 2 3 എന്ന് മാറ്റിക്കൊണ്ടിരിക്കുക. ആൻഡ് യു ഗെറ്റ് all these energy levels. About now again, according to classical mechanics, the energy levels should be continuous. Energy levels continuous ആയിരിക്കണം, no quantized ആയിരിക്കില്ല, it should be continuous. But according to quantum mechanics, the energy levels are not continuous, it is discontinuous. That is, they are quantized. Other quantized term, because you have only a different set of energy levels. No energy level exists between any two consecutive levels. രണ്ട് ലെവൽസ്, എനർജി ലെവൽസിന്റെ ഇടയ്ക്ക് വേറെ എനർജി ലെവൽസ് ഒന്നും ഇല്ല. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ചുള്ള കോൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ആ വേവ് ഫംഗ്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ടു n is equal to 1, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. Now when you put n is equal to 2, when you plot the wave functions, you will get a curve like this. Now the upside represents the positive wave function and the negative wave function represent this is the negative wave function. അതെ, അപ്പൊ ഇതിന് മുകളിൽ പോകുന്ന ഈ വരയ്ക്ക് ഒറിജിനൽ മുകളിൽ പോകുന്നത് പോസിറ്റീവ് വേവ് ഫംഗ്ഷനും ഇതിന് താഴെ പോകുന്നത് നെഗറ്റീവ് വേവ് ഫംഗ്ഷൻ. ഇത് ചാർജ് ആയിട്ട് എടുക്കാതെ, പാർട്ടിക്കളുടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ചാർജ് ആയിട്ട് എടുക്കുന്നത്, ഇത് സിമെട്രിക്കും ആന്റി സിമെട്രി വെച്ചാണ് ഈ പോസിറ്റീവ് മൈനസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് ദ ചാർജ് ഓഫ് ദി പാർട്ടിക്കിൾ. കാരണം അതായിട്ട് കൺഫ്യൂസ് ആവരുത്. ഇറ്റ് ഇസ് നോട്ട് ദി ചാർജ്, ഇറ്റ് ഈസ് ഇൻ അക്കോർഡിംഗ് ടു ദ സിമെട്രി. സിമെട്രി വെച്ചിട്ടാണ് നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറയുന്നത് സിമെട്രിക്കും മൈനസ് എന്ന് പറയുന്ന ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആണ്. ഈ സിമെട്രിക് ആന്റി സിമെട്രിക് ഞാനിപ്പോ പറയുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി സെക്കൻഡ് സെമ്മിലാണ് അത് പറയുന്നത് കൂടുതൽ. എനിവേ, സിമെട്രിക്കും ആന്റി സിമെട്രിക് എന്ന് പറയുന്ന കേസ് ഞാനത് ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും കൺഫ്യൂഷൻ. സിമെട്രിക് ആന്റി സിമെട്രിക് എന്താണെന്ന് പറഞ്ഞു. Anyway, you just remember that positive wave function corresponds to symmetric wave function, minus corresponds to anti-symmetric wave function. Okay. അപ്പൊ ഇത് ഇവിടെ ഈ പാർട്ട് ഇവിടം വരെ ഇത് സിമെട്രിക്കും ഇവിടം വരെ ഇത് ആന്റി സിമെട്രിക്. ഫസ്റ്റ് വേവ് ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി സിമെട്രിക് ആണ്, അത് പോസിറ്റീവ്, കംപ്ലീറ്റ് പോസിറ്റീവ് ആണ് എല്ലാ റീജിയൻസിലും. ഇത് ബോക്സിന്റെ L/2 വരെ, സെന്റർ വരെ സിമെട്രിക്, അത് കഴിഞ്ഞാൽ അടുത്ത ഇതുവരെ ആന്റി സിമെട്രിക് ആയിട്ട് മാറും. ഇത് വീണ്ടും, അപ്പൊ ഇത് ഇവിടെ സിമെട്രിക് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്, അങ്ങനെയായിട്ട് വരും. പക്ഷെ ഇതിന്റെ പ്രോബിലിറ്റി കർവ്സ് എടുത്തു കഴിഞ്ഞാൽ, പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ സൈ സ്ക്വയർ ആണ്. സൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന് പിന്നെ നെഗറ്റീവ് ഇല്ല, അതെല്ലാം പോസിറ്റീവ്. അങ്ങനെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പറിന്റെ സ്ക്വയർ എടുത്താലും അത് പോസിറ്റീവ് ആയിട്ട് മാറും. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. സൈ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ ഓർക്ക, നെഗറ്റീവ് ഉള്ള ഭാഗത്തും സൈ സ്ക്വയർ പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ ഈ ഭാഗവും മുകളിലോട്ട് വരും.
ഈ സെന്ററിൽ N3 പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതും ഇങ്ങനെ വരും. അപ്പൊ സൈ സ്ക്വയറിന് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ഉണ്ടാവില്ല. കാരണം പ്രോബിലിറ്റി ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ. പ്രോബിലിറ്റി ഇസ് ഓൾവേസ് പോസിറ്റീവ്. മിനിമം വാല്യൂസ് ഓൾവേസ് 0. അപ്പൊ ആ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വേവ് ഫംഗ്ഷൻസ് നമുക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് കുറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നമുക്ക് കിട്ടും. വെരി യൂസ്ഫുൾ ഇൻഫർമേഷൻ ദാറ്റ് യു ഒബ്റ്റെയിൻ ഫ്രം ദിസ് ക്ലാസ്. ഒന്ന്, അപ്പൊ ഇത് എനർജി ലെവൽസ് ആണ്. ഇത് സൈ വേവ് ഫംഗ്ഷൻസ് പ്ലോട്ട് ആണ്. ഇത് പ്രോബിലിറ്റി പ്ലോട്ട്സ് ആണ്, സൈ സ്ക്വയറിന്റെ പ്ലോട്ട്സ് ആണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നമുക്ക് കിട്ടുന്നത് അറ്റ് ദി ലോവസ്റ്റ് പോസിബിൾ എനർജി ലെവൽ, അതായത് n is equal to 1, n-ന് ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ വാല്യൂ ആയി n is equal to 1, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ലെവൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ at n is equal to 1, the maximum probability of finding the particle at n is equal to 1 is at the center of the box. അതായത് ലോവസ്റ്റ് പോസിബിൾ എനർജി ലെവലിൽ പാർട്ടിക്കിൾ കാണാനുള്ള ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉള്ള റീജിയൻ എന്ന് പറയുന്ന ബോക്സിന്റെ സെന്ററിലാണ്. അപ്പൊ കാരണം ഈ പ്രോബിലിറ്റി പ്ലോട്ട് ഏറ്റവും മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഈ സെന്ററിലാണ്. കാരണം ഈ എപ്പോഴാണ് ഈ വാല്യൂ മാക്സിമം വരുന്നത് അത് അവിടെയാണ് പ്രോബിലിറ്റി കൂടുതൽ പാർട്ടിക്കിൾ കാണാനുള്ളത്. സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ആണല്ലോ, പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബിലിറ്റി ആണ് സൈ സ്ക്വയർ. അപ്പൊ n is equal to 1 നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ വാല്യൂ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഈ ബോക്സിന്റെ സെന്ററിലാണ്. ഇതാണ് L/2 എന്ന് പറയുന്നത് ബോക്സിന്റെ സെന്റർ. അപ്പൊ നമ്മൾ പറയുന്നത് n is equal to 1 ആണെങ്കിൽ പാർട്ടിക്കിൾ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യത ബോക്സിന്റെ സെന്ററിലാണ്. അടുത്ത ലെവൽ നോക്കിക്കഴിഞ്ഞാൽ n is equal to 2, നെക്സ്റ്റ് ഹയർ എനർജി ലെവൽ നോക്കിക്കഴിഞ്ഞാൽ the probability of finding the particle at the center is now 0. ഈ കേസിൽ പാർട്ടിക്കിൾ സെന്ററിൽ പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബിലിറ്റി 0 ആണ്. എവിടെയാണ് വേവ് ഫംഗ്ഷൻസ് 0 ആവുന്നത് അല്ലെങ്കിൽ പ്രോബിലിറ്റി 0 ആവുന്നത് അതിനെയാണ് നമ്മൾ നോട്ട്സ് എന്ന് NODS, നോട്ട്സ്. ദാറ്റ് ഈസ് നോട്ട്സ് അറ്റ് വിത്ത് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് 0. പാർട്ടിക്കിൾ കാണാനുള്ള പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ 0. വേവ് ഫംഗ്ഷൻ 0 ആണെങ്കിൽ പ്രോബിലിറ്റിയും 0 ആണ്. അപ്പൊ ഈ കേസിനെയാണ് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ വേവ് ഫംഗ്ഷൻ 0 ആവുന്നത് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ n is equal to 1 നോട്ട്സ് ഇല്ല, there's no notes. When you get n is equal to 2, you get 1 note. When you go to n is equal to 3, you get 2 notes. അപ്പൊ നോട്ട്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n-1 നോക്കിയാൽ മതി. n -1. അപ്പൊ ഫസ്റ്റ് വാല്യൂ n is equal to 1 -1 0 നോട്ട്സ്. അപ്പൊ ഫസ്റ്റ് എനർജി ലെവലിൽ നോട്ട്സ് ഇല്ല, സെക്കൻഡ് എനർജി ലെവലിൽ 1 നോട്ട്, തേർഡ് എനർജി ലെവലിൽ 2 നോട്ട്സ്, ഫോർത്ത് എനർജി ലെവൽസിൽ 3 നോട്ട്സ്. ഇങ്ങനെയാണ് നോട്ട്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനർജി ലെവൽസ് കൂടുന്തോറും നോട്ട്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനെയാണ് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ n is equal to 2 കേസിൽ നോഡ് എന്ന് പറയുന്ന ബോക്സിന്റെ സെന്ററിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ സെന്ററിൽ പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബിലിറ്റി 0 ആണ്. പക്ഷെ അപ്പുറത്തിപ്പുറത്തും കാണാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. That is probability of finding the particle more towards the boundaries. ആ ബോക്സിന്റെ ബൗണ്ടറീസ്, ഈ ബൗണ്ടറി ആ അപ്പുറത്തുള്ള ബൗണ്ടറി കാണാനുള്ള പ്രോബിലിറ്റി ആണ് അപ്പോൾ കൂടുതൽ. ഇപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ച് പറയുന്നത് ബൗണ്ടറീസിൽ കാണാനുള്ള പ്രോബിലിറ്റിയാണ് എപ്പോഴും കൂടുതൽ. സെന്ററിനെക്കാളും പാർട്ടിക്കിൾ വിൽ ഓൾവേസ് ബി ഫൗണ്ട് അറ്റ് ദി ബൗണ്ടറീസ്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് നേരെ ഓപ്പോസിറ്റാ പറയുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവൽ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി പാർട്ടിക്കിൾ കാണാനുള്ള മാക്സിമം പ്രോബിലിറ്റി വിൽ ബി അറ്റ് ദി സെന്റർ, which contradicts the statement of classical mechanics. That is at the center. But when you go up, പക്ഷെ ഓരോ എനർജി ലെവൽസ് കഴിയും തോറും the probability of finding the particle at the center decreases and the probability of finding the particle at the two extreme positions, that is at the boundaries, increases. Okay, അപ്പൊ അതാണ് നമ്മൾ പറയുന്ന കേസായിട്ട് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കേസ്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് n is equal to 2 എടുക്കുക. take this one, n is equal to 2. ആ കേസില് നമ്മൾ പറയുന്നത് ബോക്സിന്റെ അപ്പുറത്ത് സെന്ററിൽ 0 ആണ് പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബിലിറ്റി. പക്ഷെ ബോക്സിന്റെ അപ്പുറത്തും, അതായത് ഒരു വോളിന്റെ അടുത്തും അതായത് അതേപോലെ തന്നെ മറ്റു വോളിന്റെ അടുത്തും പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബിലിറ്റി ഈക്വൽ ആണ്. അതായത് ഇവിടെയും there is equal probability of finding the particle. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ചിലപ്പോൾ ചാടിക്കളിക്കുന്നതായിരിക്കാം. അതായത് കുറച്ചു നേരം ഇവിടെ, പകുതി സമയം ഇവിടെ, പകുതി സമയം ഇവിടെ, അങ്ങനെ ആണെന്ന് വിചാരിക്കും. പാർട്ടിക്കിൾ ഈസ് ജസ്റ്റ് ഗോയിങ്. പാർട്ടിക്കിൾ ഒരിക്കലും സ്റ്റേഷനറി അല്ല, ഇറ്റ് ഇസ് മൂവിങ് അബൌട്ട്. അപ്പോ പകുതി സമയത്ത് അത് ഇവിടെ ആയിരിക്കും,
പകുതി സമയത്ത് അത് ഇവിടെയായിരിക്കും. ഇതാണ് കേസ്. അപ്പൊ ഓർക്കുക, ഇവിടെ നിന്ന് പാർട്ടിക്കിളിന് ഇങ്ങോട്ട് സഞ്ചരിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ടു പാസ് ത്രൂ ദ സെന്റർ ഓഫ് ദി ബോക്സ്. ബോക്സിന്റെ സെന്ററിൽ കൂടിയല്ലേ പാസ് ചെയ്യാൻ പറ്റൂ. അതായത് ഇവിടെ നിന്ന് പാർട്ടിക്കിൾ ഇങ്ങോട്ട് സഞ്ചരിക്കണം. പാർട്ടിക്കിളിന്റെ പുറത്തേക്ക് ബോക്സിന്റെ പുറത്തേക്ക് പാർട്ടിക്കിൾ പോകാൻ പറ്റില്ല. ഇറ്റ് കാനോട്ട് ഗോ ഔട്ട്സൈഡ് ദി ബോക്സ് ബിക്കോസ് ഓഫ് ദി ഇൻഫിനിറ്റ് ഹൈ പൊട്ടൻഷ്യൽ എനർജി ബോൾസ്. സോ പാർട്ടിക്കിൾ ഹാസ് ടു മൂവ് ഫ്രം ഹിയർ ടു ഹിയർ ത്രൂ ദ സെന്റർ ഓഫ് ദി ബോക്സ്. ബോക്സിന്റെ സെന്ററിൽ കൂടി വേണം പാർട്ടിക്കിളിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കാൻ. ബട്ട് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിംഗ് ദ പാർട്ടിക്കിൾ അറ്റ് ദി സെന്റർ? It is 0, which means the particle is actually going from here to here without passing through the center. അതിന്റെ അർത്ഥം പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ സെന്ററിൽ കൂടിയല്ല പാർട്ടിക്കിൾ പോകുന്നത്. This sounds absurd. ഇത് നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഇത് കാരണം ഇത് നമുക്ക് ഇപ്പോഴും നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് കൺസെപ്റ്റ് നോക്കിയൊക്കെ ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി അബ്സർഡ്. ഹൗ ക്യാൻ എ പാർട്ടിക്കിൾ ഗോ ഫ്രം ഹിയർ ടു ഹിയർ വിത്തൗട്ട് ആക്ച്വലി പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദി ബോക്സ്? ബോക്സിന്റെ സെന്ററിൽ കൂടി പോകാതെ പാർട്ടിക്കിൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ഒരേ സമയത്ത് പാർട്ടിക്കിളിന് ഇവിടെ കാണാൻ പറ്റും, ഇവിടെയും കാണാൻ പറ്റും. That is equal probability of finding the particle here and also at this position, which means that at the same time the particle can be here and also at this position. അതെ, ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നു. ഒരു സ്ഥലം ഇതും ഒരു സ്ഥലം ഇതും എന്നും പറയാം. ഓക്കെ, അപ്പൊ ഇത് എഗെയിൻ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിട്ട് അങ്ങനത്തെ ഒരു പ്രോബിലിറ്റിയേ ഇല്ല. ഒരു സാധനം എങ്ങനെയാണ് ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ പറയില്ലേ, നന്ദനം സിനിമയില് കുമ്പിടി, നമ്മുടെ ഇന്നസെന്റ് പറയല്ലോ, കുമ്പിടി ഒന്നല്ല രണ്ടും എന്ന് പറയുമ്പോ ഒരേ സ്ഥലത്ത് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്ന് പറയില്ലേ. അപ്പൊ അതേപോലത്തെ കേസാണിത്. ഒരേ സമയത്ത് തന്നെ ഇവിടെയും കാണും, അതിനെ ഇവിടെയും കാണും. അപ്പൊ നമ്മുടെ ഒരു കുമ്പിടിയാണ് നമ്മുടെ ഈ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് എഗെയിൻ അതൊരു കൺഫ്യൂസിങ് സിറ്റുവേഷൻസ് വരും. പക്ഷെ ഇത് നമ്മൾ പാർട്ടിക്കിൾ ആയിട്ടാണ് ഇതിനെ അസ്യൂം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞത്, പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ്. ഈ പാർട്ടിക്കിൾ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പക്ഷെ ഇതിന് പകരം ഇതിനെ ഒരു വേവ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനായി. കാരണം ഇത് പാർട്ടിക്കിൾ ആകുമ്പോൾ ആൾ ഇങ്ങനെ എക്സിസ്റ്റ് ഉണ്ട്, പക്ഷെ വേവിന് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. വേവ് ക്യാൻ എക്സിസ്റ്റ് ഇൻ സൈമൾട്ടേനിയസ് ടു പൊസിഷൻസ്. അല്ലെങ്കിൽ ഒരു ക്ലൗഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. സ്പ്രെഡ് ആയിട്ടിരിക്കുന്ന ഒരു ക്ലൗഡ്, നമ്മുടെ പാർട്ടിക്കിളിനെ ഒരു ക്ലൗഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ അത് പാർട്ടിക്കിൾ ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമുക്ക് വരുന്നത്. അല്ലാതെ മറ്റൊരു ഇത് വേവ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിരിക്കുന്ന ഒരു ക്ലൗഡ് ആയിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഈസ് ഓൾമോസ്റ്റ് സോൾവ്ഡ്. അപ്പൊ ഇതൊക്കെയാണ് ഈ വൺ ഡയമെൻഷണൽ കേസിന്റെ കേസിൽ നമ്മുടെ പാർട്ടിക്കിളിന്റെ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ വേവ് ഫംഗ്ഷൻ പ്ലോട്ട്സിൽ നിന്നും അല്ലെങ്കിൽ പ്രോബിലിറ്റി പ്ലോട്ട്സിൽ നിന്നും കുറെ ഐഡിയാസ് നമുക്ക് കിട്ടും. ഇനി മറ്റൊരു കേസ്, നമ്മുടെ എനർജി. ഞാൻ പറഞ്ഞു എനർജി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാണ്ടം നമ്പർ n, the mass of the particle and the length of the box. Now, and the energy levels, the difference between two consecutive energy levels. രണ്ട് consecutive energy levels തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റ ഇ കാണാനുള്ള ഇക്വേഷൻ ആണ് 2n + 1 h² by 8m l². ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് കോൺസിക്യൂട്ടീവ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്ന ഇത് ഡെൽറ്റ ഇ. ഇതാ അപ്പൊ ഇവിടെ the delta E depends upon the mass of the particle and the length of the box. Now, what happens when the mass of the particle increases? പാർട്ടിക്കിളുടെ മാസ് കൂടിക്കഴിഞ്ഞാൽ എനർജി ലെവൽസിന് എന്ത് സംഭവിക്കും? Can you say? പറയാൻ പറ്റുമോ? പാർട്ടിക്കിളുടെ മാസ് കൂടിക്കഴിഞ്ഞാൽ, increase the mass of the particle, what happens to the energy levels? ഈ എനർജി ലെവൽസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയോ കൂടുവോ? പാർട്ടിക്കിളുടെ മാസ് കൂടിക്കഴിഞ്ഞാൽ കുറയും. Definitely, from this equation we can say that when the mass of the particle increases, the energy gap decreases. രണ്ട് കോൺസിക്യൂട്ടീവ് എനർജി ലെവൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ what happens when the mass of the particle becomes infinity?
മാസ് ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? The gap becomes 0. 1 by infinity is 0. So delta E becomes 0. That means now the energy levels now becomes continuous. Energy levels ഇപ്പോൾ continuous. കാരണം അവിടെ energy levels അല്ല, continuous ഒരു ബാൻഡ് പോലെയായി. കാരണം ഗ്യാപ്പ് ഇല്ല, എനർജി ഗ്യാപ്പ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that means you get a continuous set of energy levels rather than discontinuous. അപ്പോൾ അത് ഇപ്പൊ ഡിസ്കണ്ടിന്യൂസ് അല്ല, ഒരു കണ്ടിന്യൂസ് ബാൻഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സും പറയുന്നത്. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ് ഒരു എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ലിമിറ്റിംഗ് കേസ് ആയിട്ട് നമുക്ക് പറയാം. കാരണം മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ കേസിൽ മാസ് ഹൈ ആണ്. When you go to macroscopic particles, mass is very high. So when the mass increases, what happens to the energy levels? The energy levels decreases. And when the mass of the particle attains a limiting value, that energy levels completely merges with one another. So we get a continuous band. So this is actually that predicted by classical mechanics. So we can say that classical mechanics actually is a limiting case of quantum mechanics. So quantum mechanics രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പാർട്ടിക്കുലർ മാസ് കൂടിക്കഴിഞ്ഞാൽ എനർജി ലെവൽസ് ബാൻഡ് ആണ് കിട്ടുന്നതെന്ന് ക്ലാസിക്കൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നുണ്ട്. So there is no confusion about that. Now, what happens when the length of the box increases? ബോക്സിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? Again the same way. That is again the energy levels decrease. Delta E value കുറയും. അപ്പൊ ബോക്സിന്റെ ലെങ്ത് കൂടിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് ഉണ്ടാവുന്നത്. ലെവൽസ് എനർജി ലെവൽസ് become more closer towards one another. കൂടെ അടുത്തേക്ക് വരും. Finally it merges. So again you get a continuous band. Okay, ഇതാണ് നമുക്ക് കാണുന്നത്. അപ്പൊ മാസ് കൂടിയാലും ബോക്സിന്റെ ലെങ്ത് കൂടിയാലും എനർജി ലെവൽസ് കൂടുതൽ അടുത്തേക്ക് വരും. സോ ദാറ്റ് യു ഗെറ്റ് എ കണ്ടിന്യൂസ് ബാൻഡ്. അപ്പൊ അതുകൊണ്ട് ഈ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഈ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് കേസ്, മാസ് കുറഞ്ഞ പാർട്ടിക്കിൾസ് കേസിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. മാസ് കൂടി കഴിഞ്ഞാൽ എനർജി ലെവൽസ് കൂടുതൽ അടുത്തേക്ക് വന്ന് അത് ആയിട്ട് മാറും. അപ്പൊ നമ്മള് ബോക്സിന്റെ ലെങ്ത് ഇൻഫിനിറ്റി ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോക്സിന്റെ ബൗണ്ടറീസ് പെട്ടെന്ന് എടുത്ത് കളഞ്ഞാൽ, if you suddenly remove the boundaries of the boltsന്റെ ബൗണ്ടറി മാറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പാർട്ടിക്കിൾ can move from minus infinity to plus infinity. അതായത് ബോക്സിന്റെ ഡയമെൻഷൻ ഇൻഫിനിറ്റി ആക്കുക. അത് തന്നെ മനസ്സിലായി, ബോക്സിന്റെ ഡയമെൻഷൻ ഇൻഫിനിറ്റി ആക്കുക, അല്ലെങ്കിൽ ബോക്സിന്റെ ബൗണ്ടറീസ് എടുത്ത് കളയുക. ആക്കി കഴിഞ്ഞാൽ എന്താ പോയിട്ടുള്ളത്? സഡൻലി the particle is now a free particle. ഇപ്പൊ അതൊരു ഫ്രീ പാർട്ടിക്കിൾ കൺസെപ്റ്റ് പോലെ ആയിപ്പോയി. That is, particle can move about freely. So that means in that case the energy levels now become continuous. നമ്മൾ ഫ്രീ പാർട്ടിക്കിൾ കേസ് മുമ്പ് കണ്ടാണ്. അവിടെ നമ്മൾ പറഞ്ഞു എനർജി ലെവൽസിന് ഡിസ്കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ക്വാണ്ടൈസ്ഡ് അല്ല, ഇറ്റ് ഇസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു. ഇതിനെ ഇവിടെയും പറയുന്നത്. അതായത് ബൗണ്ടറീസ് മാറ്റി കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ഫ്രീ ആയി. അപ്പൊ ബൗണ്ടറീസ് മാറ്റി കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ബോക്സ് ഇസ് equal to infinity. L infinity ആയ പോലെ. So that means again delta E becomes 0. So you get a continuous band. That is, you get a continuous spectrum from that particle. Particle spectrum is continuous rather than fine line spectrum. You get a continuous spectrum from that particle. So that is the case of a particle in a one-dimensional box. അപ്പോൾ കുറെ ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ നിന്ന് ആക്ച്വലി കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതിന് ചില വൺ ഡയമെൻഷൻ ബോക്സ് എന്ന് പറയുന്ന ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. ബിക്കോസ് ദർ ഇസ് നോട്ട് എ ബോക്സ് കോൾഡ് വൺ ഡയമെൻഷൻ ബോക്സ്. ഒരിക്കലും ഒരു വൺ ഡയമെൻഷൻ ബോക്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു തിയറട്ടിക്കൽ കാൽക്കുലേഷനും ഇതിനൊക്കെ കുറെ ഹെൽപ്ഫുൾ ആണ് ഈ വൺ ഡയമെൻഷൻ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് it can serve as a good model for the calculation of approximate energies in atomic and molecular systems. കുറെ ആറ്റോമിക് അതേപോലെ തന്നെ മോളിക്കുലർ സിസ്റ്റത്തിന്റെ ഒക്കെ കേസിൽ കുറെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും എനർജി ലെവൽസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു അസംഷൻ ഹെൽപ്ഫുൾ ആണ്. അതേ തന്നെ ഇലക്ട്രോണിക് സ്പെക്ട്രം, ആറ്റത്തിന്റെയും മോളിക്യൂൾസിന്റെ ഒക്കെ ഇലക്ട്രോണിക് സ്പെക്ട്രം ഇന്റർപ്രറ്റ് ചെയ്യാനും ഇത് കുറെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, കാരണം എന്തുകൊണ്ട് ആറ്റോമിക് സ്പെക്ട്രം ഇങ്ങനെ ബാൻഡ് ലൈൻ ലൈക്ക് സ്പെക്ട്രം കിട്ടുന്നു. അതേപോലെ മറ്റേ കേസിൽ ഒരു ഫ്രീ ഇലക്ട്രോൺ ആണെങ്കിൽ അതിന്റെ സ്പെക്ട്രം ബാൻഡ് ആണ്. പക്ഷെ ഇതിന്റെ കേസിൽ
Atomic spectrum case, electron is under the influence of the nucleus, so it is not free. അപ്പോൾ ആ കേസിൽ ഒരു 1-dimensional particle ആയിട്ട് നമുക്ക് ഇലക്ട്രോൺ കൺസിഡർ ചെയ്യാം. So the electron spectrum of electron in an atom is fine line-like spectrum. Okay. Whereas when the electron comes out of the atom, you see that you get a continuous band of the case. Okay. അപ്പോൾ ഇതാണ് ഇതായിട്ട് നമുക്ക് പറയുന്നത്. അപ്പോൾ ഈ ആറ്റത്തിന്റെയും മോളിക്യൂൾസിന്റെ ഇലക്ട്രോണിക് സ്പെക്ട്രം ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു അസംഷൻ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഈ കോൺജുഗേറ്റഡ് മോളിക്യൂൾസിന്റെ ഒക്കെ കേസിൽ ഇലക്ട്രോണിക് സ്പെക്ട്ര അതിന്റെ UV വിസിബിൾ സ്പെക്ട്ര ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രിഡിക്ട് ചെയ്യാൻ ഈ പാർട്ടിക്കിളിന്റെ 1-dimensional ബോക്സ് ഹെൽപ്ഫുൾ ആണ്. കാരണം കോൺജുഗേറ്റഡ് മോളിക്യൂൾസ്, ഓർഗാനിക് ലീനിയർ കോൺജുഗേറ്റഡ് മോളിക്യൂൾസ് എടുക്കാം, ഈ ബ്യൂട്ടഡൈൻ ടൈപ്പുള്ള മോളിക്യൂൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതില് ഈ പൈ ഇലക്ട്രോൺസിന് ആറ്റത്തിന്റെ മോളിക്യൂളിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിലോട്ട് ഇങ്ങനെ കോൺജുഗേഷൻ കാരണം ഇറ്റ് ക്യാൻ മൂവ് അബൌട്ട്. So it can be considered as these pi electrons can be considered as a rough estimation of a particle in a 1-dimensional box. Because it can move only along the length of the molecule. A molecule length in equivalent ആയിട്ട് മാത്രമേ അതിന് മൂവ് ചെയ്യാൻ പറ്റൂ. So it can be considered as a rough approximation of particle in a 1-dimensional box. അപ്പോൾ conjugated molecules ഒക്കെ കേസിൽ ലീനിയർ കോൺജുഗേറ്റഡ് മോളിക്യൂൾസിന്റെ ഒക്കെ കേസിൽ നമുക്ക് ഇതിനെ ഈ ഒരു റഫ് ആയിട്ട് ഈ പാർട്ടിക്കിളിന്റെ 1-dimensional ബോക്സ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് അവിടെ ബോക്സിന്റെ ലെങ്ത് എന്തായിരിക്കും? മോളിക്യൂളിന്റെ ലെങ്ത് തന്നെയായിരിക്കും ബോക്സിന്റെ ലെങ്ത്. അവിടെ നമ്മുടെ പൈ ഇലക്ട്രോൺസിന്റെ ആണ് ഇവിടെ മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ കുറെ കാൽക്കുലേഷൻസ് ഒക്കെ ഇത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇങ്ങനെ കുറെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്. അവന്റെ റബ്ബർ അവിടെ തന്നെ ഉണ്ട്, ടേബിളിൽ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതില് ഇനി നെക്സ്റ്റ് നമ്മള് ഹയർ ലെവലിലോട്ട്. അപ്പൊ പാർട്ടിക്കിളിന്റെ 1-dimensional ബോക്സ് ക്ലിയർ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. If you don't have any more doubts, I think you can move about to the higher level. That is particle in a 3D box. Okay. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 3D ബോക്സ്. ഇതാണ് ആക്ച്വലി റിയൽ കേസിൽ വരുന്നത്. മറ്റേതൊരു തിയററ്റിക്കൽ അസംഷൻ ആണ് 1-dimensional ബോക്സ് എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ആദ്യം 1-dimensional ബോക്സ് എടുത്തു എന്ന് പറയുന്നതിന് ഇവിടെ നമുക്ക് മനസ്സിലാവും. ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇനിയാണ് നമ്മൾ റിയൽ സിറ്റുവേഷനിലോട്ട് വരുന്നത്. പാർട്ടിക്കിളിന്റെ 3D ബോക്സ്. കാരണം മിക്ക മോളിക്യൂൾസിലൊക്കെ ഉള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്ന 3-dimensional മൂവ്മെന്റ് എക്സിബിറ്റ് ചെയ്യുന്നതാണ്. അപ്പോ ഇൻ ദാറ്റ് കേസ് you have to consider particle in a 3D box. അപ്പൊ 3D ബോക്സ് ആണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 1-dimensional ബോക്സ് കഴിഞ്ഞു, പിന്നെ നമ്മൾ 3D ബോക്സ്. അപ്പൊ 3D ബോക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ ഈ ബോക്സിന് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അതായത് എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് ഉണ്ട്, സെഡ് കോർഡിനേറ്റ് ഉണ്ട്. അപ്പൊ പാർട്ടിക്കിളിന് ഏത് ഡയറക്ഷനിലും മൂവ് ചെയ്യാം. മറ്റേല് എക്സ് പൊസിഷനിൽ മാത്രമേ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ പറ്റൂ. Because it is confined in a 1-dimensional box. Here the box now becomes 3-dimensional. അപ്പൊ ഇത് ബോക്സ് 3-dimensional ആയി. അപ്പൊ അതിന് 3 കോർഡിനേറ്റും ഉണ്ട്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. 3 കോർഡിനേറ്റും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് അതിന്റെ ഒരു ഡയമെൻഷൻ, ഇപ്പൊ എക്സ് ഡയമെൻഷൻ L1 ആണ്. വൈ ഡയമെൻഷൻ ഇപ്പൊ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ take it as L2 and the breadth take it as L3. അപ്പൊ അതിന്റെ 3 ഡയമെൻഷൻ ആണ്. അത് ക്യൂബിക്കൽ ബോക്സ് അല്ല, ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ബോക്സ്. ക്യൂബിക്കൽ ആണെന്നെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആവും. ഇവിടെ നമ്മൾ അങ്ങനെ പറയുന്നില്ല, ക്യൂബിക്കൽ ബോക്സ് എന്ന് പറയുന്നില്ല, ഒരു ബോക്സ് 3-dimensional ബോക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്യൂബിക്കൽ ബോക്സ് ഇതിന്റെ ഒരു ലിമിറ്റിംഗ് കേസ് ആണ്. നമുക്ക് ആദ്യം ഇത് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്കൊരു 3 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ ഡിഫറെന്റ് ആണെന്ന് ചോദിക്കാം. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡിഫറെന്റ് ആണ്. അപ്പോൾ ലെങ്ത് L1, ഹൈറ്റ് L2, ബ്രെഡ്ത്ത് L3, അങ്ങനെ 3 ഡയമെൻഷൻ ഉള്ള ഈ പാർട്ടിക്കിൾ, അതിന്റെ അകത്താണ് ഈ പാർട്ടിക്കിൾ ഉള്ളത്. മറ്റേ ഇതാണ് ആകെയുള്ള വ്യത്യാസം. പിന്നത്തേക്ക് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. ബോക്സിന്റെ അകത്ത് പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഈ ബൗണ്ടറീസിന്റെ പൊട്ടൻഷ്യൽ എനർജി അതേപോലെ തന്നെ ബോക്സിന്റെ പുറത്തും പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് പാർട്ടിക്കിൾ ഒരിക്കലും ബോക്സിന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല.
ബോക്സിന്റെ അകത്ത് പാർട്ടിക്കിളിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ അതേ കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെയുള്ള ആകെ വ്യത്യാസം 1 ഡയമെൻഷൻ നിന്ന് പാർട്ടിക്കിൾ 3 ഡയമെൻഷൻ ആയിട്ട് മാറി. ഇതാണ് ആകെയുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ബോക്സിന്റെ അകത്ത് പാർട്ടിക്കിളിലെ പൊട്ടൻഷ്യൽ എനർജി വി, ക്യാപിറ്റൽ വി 0 ആണ്. ബോക്സിന് പുറത്ത് ഇറ്റ് ബിക്കംസ് ഇൻഫിനിറ്റി. അതുപോലെ ബൗണ്ടറീസിൽ ഇത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 3 ഡയമെൻഷൻ ശ്രോഡിഞ്ചർ ഇക്വേഷൻ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യണം. അതായത് ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ psi ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ psi ബൈ ഡോ സെഡ് സ്ക്വയർ. ഇവിടെ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഡോ തന്നെയാണ് എടുത്തത്. കാരണം ദ വേവ് ഫംഗ്ഷൻ psi is a function of x, y and z. എക്സിന്റെ വൈയുടെ സെഡിന്റെ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ടാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ആയിട്ട് തന്നെ എടുത്തത്. പ്ലസ് 8 സ്ക്വയർ എം ഐ എസ് സ്ക്വയർ ഇ മൈനസ് വി ഇൻറ്റു psi ഈസ് ഈക്വൽ ടു 0. ഇതാണ് കംപ്ലീറ്റ് ശ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇനി ഇവിടെ പാർട്ടിക്കിളുടെ പൊട്ടൻഷ്യൽ എനർജി ബോക്സിന്റെ അകത്താണ് പാർട്ടിക്കിൾ ഉള്ളത്. അതിന്റെ കേസിൽ വി 0 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ചുരുക്കിയിട്ട് വി 0 ആയി ഇക്വേഷൻ നമുക്ക് എഴുതാം. വേറെ എല്ലാം അതുപോലെ ഇരിക്കും. അതിലുള്ള വ്യത്യാസം മൈനസ് വി എന്ന് പറയുന്ന ടേം ഇല്ല, കാരണം വി ഇവിടെ 0 ആണ്. മറ്റേ പറഞ്ഞത്. സോ ദിസ് ടേക്കൻ ആസ് ഇക്വേഷൻ 2. ഇനി ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. യു കനോട്ട് സോൾവ് ദിസ് ഇക്വേഷൻ. ഇങ്ങനത്തെ ഒരു ശ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ യു കനോട്ട് ആക്ച്വലി സോൾവ് ദ ശ്രോഡിഞ്ചർ ഇക്വേഷൻ. മറ്റേതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഒരു ഫംഗ്ഷനേ ഉള്ളൂ, ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഈ psi. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ psi എന്ന് പറയുന്നത് 3 ഇതിന്റെ വേവ് ഫംഗ്ഷൻസ് ആണ്, എക്സ് ഫംഗ്ഷൻസ് ആണ്. എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും ഫംഗ്ഷൻ ആണ് psi എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ടേമില് എക്സ് ടേം ഉണ്ട്, വൈ ടേം ഉണ്ട്, സെഡ് ടേം ഉണ്ട്. മറ്റേ എക്സ് ടേം മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ. But now it is a function of psi is a function of x, y and z. So you cannot solve this Schrodinger equation. അതുകൊണ്ട് നമ്മൾ ഇവിടെ മറ്റൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് ഈ വേവ് ഫംഗ്ഷനെ psi x, y, z എന്ന് പറയുന്നത് split into function of x alone, function of y alone and a function of z alone. ഇങ്ങനെ ഇതായിട്ട് 3 ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിന്റെ ഒരു പേര് പറയുന്ന മെത്തേഡിന് ഒരു പേര് പറയും. പേര് ഞാൻ മറന്നു. ഞാൻ ഒരു പ്രത്യേക പേര് പറഞ്ഞു അതിന് ഒരു മെത്തേഡിന്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത് ഈ കേസിൽ psi എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. അപ്പൊ ഇതിവിടെ psi x y z എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിന്റെ വൈയുടെയും സെഡിന്റെയും ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് 3 സെപ്പറേറ്റ് ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നു. അതായത് ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ. ഈ എക്സിന്റെ മാത്രം ഫംഗ്ഷൻ ആണ് ക്യാപിറ്റൽ എക്സ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഈ സ്മോൾ എക്സ് കോർഡിനേറ്റ് ആണ്, പൊസിഷൻ ആണ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, എക്സിന്റെ മാത്രമായ ഒരു ഫംഗ്ഷൻ. നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ എക്സിന്റെ ഈ സ്മോൾ എക്സിന്റെ മാത്രം ഉള്ള ടേം ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ കണ്ടെയ്നിങ് എക്സ്ക്ലൂസീവ്ലി ക്യാപിറ്റൽ എക്സ്, സ്മോൾ എക്സ്. എക്സിന്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആണ് ക്യാപിറ്റൽ എക്സ്. വൈയുടെ മാത്രം ഒരു ഫംഗ്ഷൻ ആണ് ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ സെഡ് എന്ന് പറയുന്നത് സെഡിന്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു വേവ് ഫംഗ്ഷനെ നമ്മൾ 3 സെപ്പറേറ്റ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിപെൻഡന്റ് ഓൺ എക്സ്, വൈ ആൻഡ് സെഡ്. എക്സ്, വൈ, സെഡ് എന്ന് പറയുന്ന 3 ഇതിൽ ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ 3 ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ അതില് ഈ 3 ഫംഗ്ഷനിൽ ഒരു ഫംഗ്ഷൻ എക്സിനെ മാത്രം ഡിപെൻഡ് ചെയ്യും, എക്സിന്റെ മാത്രം ഒരു ഫംഗ്ഷനാണ്. മറ്റൊരു ഫംഗ്ഷൻ വൈയുടെ മാത്രം ഒരു ഫംഗ്ഷനാണ്. മറ്റൊരു ഫംഗ്ഷൻ സെഡിന്റെ മാത്രം ഒരു ഫംഗ്ഷനാണ്. അപ്പൊ 3 ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇതാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുക. അല്ലാതെ മറ്റേ യൂഷ്വൽ മെത്തേഡിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. സൈ വെച്ച് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറഞ്ഞു. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത് ഇപ്പൊ പാർട്ടിക്കിൾ ഇങ്ങോട്ട് മുമ്പോട്ട് സഞ്ചരിക്കുന്നു. മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു
കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഇസ് മൂവിങ് അലോങ് ദി എക്സ് കോർഡിനേറ്റ്, അല്ലെങ്കിൽ ഒരു മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ എക്സ് പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ, വൈയും സെഡും കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഇങ്ങോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ വൈ മാത്രമേ മാറുന്നുള്ളൂ, അല്ലെങ്കിൽ സെഡ് മാത്രമേ മാറുന്നുള്ളൂ, എക്സും വൈയും കോൺസ്റ്റന്റ് ആണ്. ട്രാൻസ്ലേഷൻ മോഷനിൽ ഒരു കോർഡിനേറ്റ് മാത്രമേ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, മറ്റ് രണ്ട് കോർഡിനേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ റൊട്ടേഷൻ മോഷൻ അങ്ങനെയല്ല. റൊട്ടേഷൻ മോഷൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്സും മാറും വൈയും മാറും. റൊട്ടേഷൻ മോഷനിൽ 2 ഡയമെൻഷൻ അല്ലെങ്കിൽ 3 ഡയമെൻഷൻ റൊട്ടേഷൻ മോഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 കോർഡിനേറ്റ് അല്ലെങ്കിൽ 2 കോർഡിനേറ്റ് സൈമൾട്ടേനിയസ് ആയിട്ട് മാറും. പക്ഷെ ട്രാൻസ്ലേഷൻ മോഷനിൽ അങ്ങനെയല്ല, അറ്റ് എ ടൈം ഒരു കോർഡിനേറ്റ് മാറുള്ളൂ, 2 കോർഡിനേറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. ആ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഇടുക. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിക്കാൻ പറ്റും. റൊട്ടേഷൻ മോഷനിലൊന്നും സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിക്കാൻ പറ്റില്ല, ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ ട്രാൻസ്ലേഷൻ മോഷനിൽ അറ്റ് എ ടൈം ഒരു കോർഡിനേറ്റ് ഒരു പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അതിനെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ സൈ എക്സ് വൈ സെറ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ ഞാൻ 3 ഫംഗ്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എക്സ് ഓഫ് എക്സ്, വൈ ഓഫ് വൈ ആൻഡ് സെറ്റ് ഓഫ് സെറ്റ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ സൈ എക്സ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ്, വൈ ഓഫ് വൈ, സെറ്റ് ഓഫ് സെറ്റ്. ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടായ കാരണം ഐ എം ജസ്റ്റ് റൈറ്റിംഗ് എക്സ് ഈ ബ്രാക്കറ്റിലുള്ള ടേംസ് ഞാൻ കളഞ്ഞു. സൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ സെറ്റ്. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം ഈ സൈ എന്ന് പറയുന്നത് എക്സും വൈയും സെറ്റിന്റെയും ടേംസ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആണ്. വൈ ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ മാത്രം ഒരു ഫംഗ്ഷൻ ആണ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിന്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആണ്. അങ്ങനെ ഓർത്തിരിക്കുക. ഞാൻ മറ്റേ അല്ലാതെ ഇങ്ങനെ എല്ലാ ഇക്വേഷനിലും ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ലൈക്ക് ദിസ്, സൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ സെറ്റ്. ഇനി ഇത് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സൈക്ക് പകരം യു ക്യാൻ റൈറ്റ് എക്സ് വൈ ആൻഡ് സെറ്റ് എന്ന് എഴുതുക. അപ്പൊ ഇതാണ് കേസ്. അപ്പൊ എന്താ ചെയ്തത്? ഡോ സ്ക്വയർ എക്സ് വൈ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. അതായത് ഇവിടെ സൈ ആണ് മറ്റേതിൽ വന്നത്, ഞാൻ അതിന് പകരം എക്സ് വൈ സെഡ് ഇത് വെച്ച് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ഐ കൻ റൈറ്റ് അടുത്തത് 3ാമത്തെ ടേം. പിന്നെ ഈ സൈക്ക് പകരം എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് സിറ്റുവേഷൻ. ഇനി ഈ ഫസ്റ്റ് ടേം എടുക്കുക. ഐ എം ഡിഫറൻഷിയേറ്റിംഗ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എലോൺ. എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയും സെഡും എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എക്സ് ഉള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് മാത്രമാണ്. വൈയിലും സെഡിലും എക്സ് ഫംഗ്ഷൻ ഇല്ല. അതുകൊണ്ട് ഈ വൈയും സെഡ് എന്ന് പറയുന്ന ഈ 2 ഫംഗ്ഷനും നമുക്ക് കോൺസ്റ്റന്റ് ആണ്. ബിക്കോസ് യു ആർ പാർഷ്യൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അലോൺ. സോ വൈ ആൻഡ് സെഡ് ഇൻ ദിസ് കേസ് ബിക്കംസ് കോൺസ്റ്റന്റ്. അപ്പൊ എന്താ ചെയ്യാ? വൈയും സെഡും എനിക്ക് പുറത്തേക്ക് എടുക്കാം. സോ ഐ ക്യാൻ റൈറ്റ് എക്സ് മാത്രം അതിന്റെ അകത്ത് വെക്കാം, കാരണം വൈയും സെഡിൽ എക്സ് ടേംസ് ഇല്ല. അപ്പൊ വൈ സെഡ് ഈസ് ഇൻടു ഡോ സ്ക്വയർ ക്യാപിറ്റൽ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഇവിടെ സ്മോൾ എക്സ് എഴുതിയത് ക്യാപിറ്റൽ എക്സ് ആണത്, ഇത് കാരണം ഇത് ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഡോ സ്ക്വയർ ക്യാപിറ്റൽ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ വൈ ആണ് ഫംഗ്ഷൻ, എക്സും സെഡും കോൺസ്റ്റന്റ് ആണ്. കാരണം അതില് വൈ വെച്ചാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സും സെഡ് ഫംഗ്ഷനിൽ വൈ ഫംഗ്ഷൻ ഇത് ടേംസ് വരുന്നില്ല. അപ്പൊ എക്സും സെഡും കോൺസ്റ്റന്റ് ആണ്. എക്സും സെഡ് ഫംഗ്ഷൻസ് പുറത്തേക്ക് എടുക്കുക. എക്സ് സെഡ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് അടുത്ത ലാസ്റ്റ് ടേം സെഡ് വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എക്സും വൈയും പുറത്തേക്ക് വരും, സെഡ് മാത്രം അകത്ത് കിടക്കും. സോ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇ എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. ഓക്കെ, നിങ്ങളുടെ നോട്ടിൽ ഞാൻ തന്ന PDF നോട്ടിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഞാൻ 1 ആണ് എഴുതി വെച്ചേക്കണത്, അതൊന്ന് കറക്റ്റ് ചെയ്യണേ. എല്ലാത്തിലും 1 y z 1 x z എറർ വന്നാണ് എഴുതിയപ്പോൾ. ആക്ച്വലി 1 y z അല്ല, y z ആണ് നോട്ടിൽ അങ്ങനെ കിടക്കുന്നത്. അതൊന്ന് ചെക്ക് ചെയ്തൊക്കെ. ഇങ്ങനെയാണ് y z, ഇതാണ് ഇപ്പൊ പുറത്തെടുക്കും. സോ ഇറ്റ് ബിക്കംസ് y z this z this x y into e into x y z is equal to 0. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഈ കംപ്ലീറ്റ് ഇക്വേഷനെ എക്സ് വൈ സെഡ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എക്സ് വൈ സെഡ് വെച്ച് ഈ 4 ടേംസിനെ ഞാൻ എക്സ് വൈ സെഡ് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുന്നത്? എക്സ് വൈ സെഡ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ വൈയും സെഡും ന്യൂമറേറ്ററിലുണ്ട്. അപ്പൊ അത് ക്യാൻസൽ ഔട്ട് ചെയ്യും. ബാക്കി വരുന്നത് 1 by x ആണ്. അപ്പൊ 1 by x ഇൻറ്റു
dou square x by dou x square plus 1 by y into dou square by y dou y square plus 1 by z into dou square z by dou z square plus 8 pi square m by x square e. And ഇവിടെ x y z പോയി, x y z പോയി into e is equal to 0 എന്ന് എഴുതി. ഇതാണ് ഇക്വേഷൻ ആയിട്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ. കാരണം ഡൗട്ട് വെച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കൂടുതൽ കൺഫ്യൂസിങ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫസ്റ്റ് ടേം എടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പോ എക്സ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ടേം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വൈ മാത്രമേ ഉള്ളൂ, വൈ ടേംസ് മാത്രമേ ഉള്ളൂ. തേർഡ് ടേം എടുത്തു കഴിഞ്ഞാൽ അത് സെഡ് ടേംസ് മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന നാലാമത്തെ ടേമാണ്, അത് എനർജിയാണ്. അത് എക്സ് വൈ സെഡ് ഇല്ല, പക്ഷെ അതിൽ എനർജിയാണ് ഉള്ളത്, ക്യാപിറ്റൽ ഇ എന്ന് പറയും. ഈ എനർജിയെ നമുക്ക് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, കാരണം എനർജി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന് 3 കോർഡിനേറ്റ് ഉണ്ട്. എക്സ് പൊസിഷനിലുള്ള ഇതുണ്ടാവും, വൈ ഇതിലുള്ള എനർജി ഉണ്ടാവും, സെഡ് ഉള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പൊ എക്സ് വൈ സെഡ് എന്ന് പറയുമ്പോൾ കാരണം എനർജി ഈസ് ഓൾസോ എ വെക്ടർ. അപ്പൊ അതിന് 3 പാരാമീറ്റർ ഉണ്ട്, ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അതാണ് ഞാൻ എഴുതിയത്, ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഒരു വെക്ടർ ആയതുകൊണ്ട് ഇ എക്സ് എക്സ് കോർഡിനേറ്റിൽ അതിലൊരു പാരാമീറ്റർ ഉണ്ട്, വൈ കോർഡിനേറ്റിൽ ഒരു പാരാമീറ്റർ ഉണ്ട്, സെഡ് കോർഡിനേറ്റിലും അതിനൊരു പാരാമീറ്റർ ഉണ്ട്. സോ ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ് ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ ഇ എക്സ്, ഈ ക്യാപിറ്റൽ ഇക്ക് പകരം ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ് ആയിട്ട് എഴുതാൻ പറ്റും. ഇത് അഗൈൻ എക്സ് വൈ സെഡ് വെച്ച് ഡിവൈഡ് ചെയ്താലും ഈ ടേം അഗൈൻ സീറോ, ഇവിടെ സീറോ. അപ്പൊ ഇനി ഞാൻ ഈ ക്യാപിറ്റൽ ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ് ആയിട്ട് എഴുതുന്നു. എന്നിട്ട് എന്താ ചെയ്തത്, ഞാൻ ഇതിനെ ഇങ്ങനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഒന്ന് കുറെ ടേംസ് എനിക്ക് കിട്ടി. അതായത് ഇവിടെ എനർജി എന്ന് പറയുന്നത് ഞാൻ ഇതേപോലെ എഴുതി, ഈ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ് ആയിട്ട് എഴുതി. അപ്പൊ ഇത് വീണ്ടും കുറെ ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെയും 3 ടേംസ് ആയിട്ട് വരും. ഒരെണ്ണം ഇ എക്സിന്റെ ടേം പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഇ ഇൻറ്റു ഇ വൈ പ്ലസ് 8 പൈ സ്ക്വയർ എം എക്സ് സ്ക്വയർ ഇൻറ്റു ഇ സെഡ്. അങ്ങനെ ഇത് ഒരു 3 ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എനിക്ക് വരുന്നത് കുറെ ടേംസ്, അതിൽ ഓരോന്നിലെ എക്സിന്റെ ടേംസ്, ചിലയിൽ ഒന്നിൽ വൈയുടെ ടേംസ് മാത്രം, ഒന്നിൽ ചിലയിൽ സെഡിന്റെ ടേംസ് മാത്രം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 0 ആണ് കിട്ടേണ്ടത്. അപ്പൊ 3 ഡിഫറെന്റ് ഫങ്ഷൻസ്, ഒരു ഫംഗ്ഷൻ എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, ചില ഫംഗ്ഷൻസ് വൈയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ്, ചില ഫംഗ്ഷൻസ് സെഡിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ്. പക്ഷെ ഈ 3 ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരേ ഒരു ഉത്തരമുള്ളൂ, ഈ 3 ഫംഗ്ഷനും സെപ്പറേറ്റ് ആയിട്ട് 0 ആയിരിക്കണം, എന്നാൽ മാത്രമേ ഈ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു ഫംഗ്ഷൻ നോൺ സീറോ ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഇവർ ക്യാൻസൽ ചെയ്യില്ല. കാരണം എന്താണ്, ഇവർ ക്യാൻസൽ ഔട്ട് ചെയ്യണം. ഒരു ഫംഗ്ഷൻ എക്സിൽ മാത്രമാണ്, മറ്റേ ഫംഗ്ഷൻ വൈയിൽ മാത്രമാണ്, മറ്റേ മൂന്നാമത്തെ ഫംഗ്ഷൻ സെഡിൽ മാത്രം ഉള്ള ടേംസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ ഒരിക്കലും നോൺ സീറോ ആണെങ്കിൽ ഇവർ തമ്മിൽ ഒരിക്കലും ക്യാൻസൽ ചെയ്യില്ല. കാരണം എക്സും വൈയും സെഡും ഒരിക്കലും ക്യാൻസൽ ചെയ്യില്ലല്ലോ, 3 ഡിഫറെന്റ് ഫംഗ്ഷൻസ് സെപ്പറേറ്റ് ഡിപ്പെൻഡിങ് ഓൺ എക്സ് വൈ ആൻഡ് സെഡ്. അപ്പൊ അതിലാണെങ്കിൽ ഇതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഈ 3 ഫംഗ്ഷനും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോഴും 0 ആയിരിക്കണം. അതായത് എക്സിന്റെ ഫംഗ്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കണം, വൈയുടെ ഫംഗ്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കണം, സെഡിന്റെ ഫംഗ്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാലും 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇവർ ആഡ് ചെയ്യുമ്പോഴും 0 ആവും, അല്ലെങ്കിൽ ഇതൊരിക്കലും 0 ആവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ 3ആയിട്ട് ഞാൻ ഈ ഇതിനെ ഇക്വേഷനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഒരെണ്ണം എക്സിന്റെ മാത്രം ഫംഗ്ഷൻ, രണ്ടാമത്തത് വൈയുടെ മാത്രം ഫംഗ്ഷൻ, മൂന്നാമത്തത് സെഡിന്റെ മാത്രം ഫംഗ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 ഫംഗ്ഷൻ സെപ്പറേറ്റ്ലി ഷുഡ് ബി ഈക്വൽ ടു 0. ഇപ്പൊ എന്തായി, ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം എക്സ് സ്ക്വയർ ഇ എക്സ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇങ്ങനെയായിട്ട് മാറി. ഞാൻ ഇവിടെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ, അത് കഴിഞ്ഞിട്ട് ഇവിടെ 1 പൈ എക്സ് വരും, അതിനുശേഷം ഇതിനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേപോലെ വൈ ഫംഗ്ഷനെ വൈ വെച്ച് മൾട്ടിപ്ലൈ, ഞാനത് എഴുതുന്നില്ല, നോട്ടിലുണ്ടോ. ഈ ടേംസിന് വൈയുടെ ടേംസ് മാത്രം എടുത്ത് പിന്നെ അവിടെ ഒരു വൈ ഡിനോമിനേറ്ററിൽ കിടക്കും, വൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്ത ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ സെഡ് സ്ക്വയർ 8 പൈ സ്ക്വയർ എം വൈ സ്ക്വയർ
ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സെറ്റ്, ഇവിടെ വൈ, ഇവിടെ എക്സ്. ഓക്കെ, ഇതിനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ വൈ വെച്ച് സെറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇതായിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ 3 സെപ്പറേറ്റ് ഫങ്ഷൻസ് എനിക്ക് കിട്ടി. അപ്പൊ ഈ ആ ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷനെ, അതായത് ഈ പറയുന്ന 3 ഡയമെൻഷണൽ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ ഞാനിപ്പോ 3 ഫംഗ്ഷൻ ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, സെപ്പറേറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ എക്സ്, വൈ ആൻഡ് സെറ്റ് ആയിട്ട്. അപ്പൊ ഇതായിട്ട് ഇനി ഈ 3 സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യണം. ഇതാണ് ഇനി എന്റെ ഇഷ്യൂ. ആദ്യം ഒറ്റ ഫംഗ്ഷൻ ആയിരുന്നു, ഇപ്പൊ അത് 3 ഫംഗ്ഷൻ ആയി. അപ്പൊ എനിക്ക് ഒരു ഫംഗ്ഷൻ പകരം ആദ്യം ഒരു വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു, ഇപ്പൊ അത് 3 ചെറിയ ഫംഗ്ഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അപ്പൊ ഇനി നേരത്തെ ഒരു ഫംഗ്ഷൻ സോൾവ് ചെയ്യണം, ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണം, ഇവിടെ 3 ഇക്വേഷൻസ് എനിക്ക് സോൾവ് ചെയ്യേണ്ട പ്രശ്നമായിട്ട് വരും. പക്ഷേ ദിസ് ഇസ് ആക്ച്വലി സിമ്പിൾ. കാരണം ഇതിലെ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ യു ടേക്ക് either 5 or take equation 6 or equation 7. This is of the form of a particle in a one-dimensional box. Yeah, one-dimensional boxന്റെ കേസിലുള്ള ഒരേ ഫംഗ്ഷൻ ആണ്, ഇക്വേഷൻ ആണത്. അവിടെ നമ്മൾ സൈ ആണ് എഴുതിയത്, ഇവിടെ അത് എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ സെറ്റ് എന്ന് പറയുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടാണ് പാർട്ടിക്കൽ ഇൻ one-dimensional box ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 8π സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇ, അവിടെ ക്യാപിറ്റൽ ഇ ആയിരുന്നു, ഇവിടെ ഇ എക്സ് ആണ്, ഇൻറ്റു സൈ ആണ് അത്, ഇവിടെ ഇ എക്സ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ സൈക്ക് വരം എക്സ് എന്നോ വൈ എന്നോ അല്ലെങ്കിൽ സെഡ് എന്നോ ഞാൻ എഴുതുന്നു, ഇക്ക് വരം ഇ എക്സ് എന്നോ അല്ലെങ്കിൽ എ വൈ എന്നോ ഇ സെഡ് എന്ന് ഞാൻ എഴുതുന്നു എന്ന് പറയുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എനിക്ക് ഓൾറെഡി കിട്ടി. അതിന്റെ സൊല്യൂഷനും അതിന്റെ എനർജി വേവ് ഫംഗ്ഷനും അതിന്റെ എനർജി ലെവൽസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ അത് ഇവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സൈക്ക് വരാം സൊല്യൂഷൻ എഴുതുമ്പോൾ എക്സ് എന്ന് എഴുതാം, ഇതിന്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ വൈ എന്ന് എഴുതാം, ഇതിന്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ സെഡ് എന്ന് എഴുതാം. അതേപോലെ എനർജി ലെവൽസ് പറയുമ്പോൾ അവിടെ ഇ എന്ന് പറഞ്ഞു, ഇതിന് പകരം അവിടെ ഇ എക്സ്, ഇ വൈ, ഇ സെഡ് എന്ന് മാത്രമുള്ള വ്യത്യാസം ഉള്ളൂ. ഐ ഓൾറെഡി ഇക്വേഷൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി നമ്മള് പാർട്ടിക്കിളിന്റെ one-dimensional ബോക്സ് നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്തത്. അല്ലാതെ അത് കൺസിഡർ ചെയ്യാതെ 3-dimensional ബോക്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യേണ്ട പ്രശ്നം വരും. പക്ഷെ നമുക്ക് ഓൾറെഡി പാർട്ടിക്കിളിന്റെ one-dimensional ബോക്സ് സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പൊ എന്താണ് the wave function is already solved. അപ്പൊ അവിടെ നമ്മൾ എന്താ എഴുതിയത്, എക്സ് ഇസ് ഈക്വൽ ടു √2/L സൈൻ n/x by L എന്നാണ് ഞാൻ വേവ് ഫംഗ്ഷൻ ആ കേസിൽ എഴുതിയത്. ഇവിടെ എന്ത് വരും, എൽ എക്സ് വരും, എല്ലിന് വരും എൽ എക്സ്, കാരണം ലെങ്ത് ഓഫ് ദി ബോക്സ് അലോങ് ദി എക്സ് കോർഡിനേറ്റ് ഉള്ള ലെങ്ത് ആണത്, അത് എൽ എക്സ്. കോണ്ടന്റ് നമ്പർ അവിടെ എൻ എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് നമ്പർ വരും, പക്ഷെ ഇവിടെ 3 കോണ്ടന്റ് നമ്പേഴ്സ് വരും, എൻ എക്സ്, എൻ വൈ, എൻ സെഡ്. അപ്പൊ എക്സ് ആണെങ്കിൽ ഇവിടെ എൻ എക്സ് വരും, പൈ ഇൻറ്റു അവിടെ എക്സ്, ഇവിടെ എക്സ്, എൽ എക്സ്. രണ്ടാമത്തേത് ഇത് വൈ ആണ്, അപ്പൊ √2/L വരും എൽ വൈ വരും, സൈൻ ഇത് എൻ എക്സ് അല്ല എൻ വൈ ആണ്, ഒന്നിച്ചൊക്കെയാണ്, ഇത് എൻ വൈ ആണ്, നോട്ട് എൻ എക്സ്. ഇത് ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, എക്സ്ക്ലൂസീവ്ലി എ ഫംഗ്ഷൻ ഓഫ് വൈ. അപ്പൊ ഇവിടെ എക്സിന് വരെ വൈ എന്ന് എഴുതണേ, ഇത് എൻ എക്സ് അല്ല എൻ വൈ പൈ എൽ വൈ ഇൻറ്റു വൈ ആയിട്ട് വരും. ആൻഡ് ദ തേർഡ് വൺ സെറ്റ് is equal to √2/LZ. LZ means the length along the z coordinate. LZ sin nz pi, that is the quantum number along the z coordinate nz pi z position along the z coordinate by divided by LZ 930. അപ്പൊ ഇങ്ങനത്തെ 3 വേവ് ഫംഗ്ഷൻസ് എനിക്ക് കിട്ടി, എക്സ്, വൈ ആൻഡ് സെറ്റ്. ഓക്കെ, അപ്പൊ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു ശരിക്കുള്ള വേവ് ഫംഗ്ഷൻ എന്താണ്? It's a product of x, y and z. അപ്പൊ അതുകൊണ്ട് ശരിക്കുള്ള വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? ഈ 3 വേവ് ഫംഗ്ഷൻ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. So psi is equal to xyz which is equal to √2/Lx. ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം, 3 വേവ് ഫംഗ്ഷൻ, എക്സിന്റേത്, വൈയുടേത്, സെറ്റിന്റേത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഐ ഗെറ്റ് ഇത് 3 കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ 2 × 2 × 2 √8 into Lx, √(Lx) into √(Ly) into √(Lz). That means Lx, Ly, Lz into sin nx pi x Lx into sin ny pi y Ly and sin nz pi z Lz.
Let's take equation 9. അപ്പൊ ഇതാണ് പാർട്ടിക്കിളിന്റെ 3 ഡയമെൻഷണൽ ബോക്സിലുള്ള കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇതിന്റെ എനർജി എന്തായിരിക്കും? ഓരോന്നിന്റെ എനർജി, അതായത് ഇതിന്റെ എനർജി EX, ഇതിന്റെ എനർജി EY, ഇതിന്റെ എനർജി EZ. അത് നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് പാർട്ടിക്കിളിന്റെ 1 ഡയമെൻഷണൽ ബോക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. EX is equal to അവിടെയും n-ന് പകരം nx എന്ന് എഴുതാം. nx square h square by 8m again l-ന് പകരം lx. ഇവിടെ y ഇതിലുള്ള ഇത്, അപ്പൊ ഈ y എന്ന് പറയും ny square h square by 8m l square. Ez എന്ന് പറയുന്ന ഇത്. അപ്പൊ ടോട്ടൽ എനർജി എന്തായിരിക്കും? ഈ മൂന്നും കൂടി ആഡ് ചെയ്യാം. ഇവിടെ വേവ് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഇവിടെ എനർജി ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് മറന്നു പോയത്. കാരണം ഈ എന്ന് പറയുന്ന EX plus EY plus EZ ആണ്. അല്ലാതെ EX into EY into EZ എന്ന് എഴുതരുത്. EX plus EY plus EZ. അതുകൊണ്ട് ഇവിടെ വേവ് ഫംഗ്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ എനർജീസ് തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഈ മൂന്ന് എനർജീസും ആഡ് ചെയ്യുക. ദാറ്റ് വിൽ ഗിവ് ദ ടോട്ടൽ എനർജി ഓഫ് ദ particle. So that we get capital E is equal to EX plus EY plus EZ. മൂന്നും കൂടി ആഡ് ചെയ്യുക. And you get capital E is equal to h square by 8m. അത് രണ്ട് കോമൺ ടേംസ് ആണ്. h square by 8m into ഇവിടെ nx square by lx square plus ny square by ly square. ഇവിടെ nz square by lz square. അങ്ങനെ മൂന്ന് ഇതായിട്ട്. So this is the energy of the particle in a 3-dimensional box, and this is its wave function. Okay, അപ്പൊ നമുക്ക് പാർട്ടിക്കിളിന്റെ 3-dimensional ബോക്സിലുള്ള വേവ് ഫംഗ്ഷനും എനർജിയും നമുക്ക് കിട്ടി വിത്തൗട്ട് എനി പ്രോബ്ലം. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. അല്ലാതെ മറ്റേ കേസിൽ സൈ വെച്ച് മാത്രം നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ 3 ഫംഗ്ഷൻ ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അതിനെയാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ ഉപയോഗിച്ച മെത്തേഡ്. അപ്പൊ ഇതുവഴി ഞാൻ ഈ പാർട്ടിക്കിളിന്റെ 1 ഡയമെൻഷണൽ ബോക്സ് ഞാൻ സോൾവ് ചെയ്തു. എനിക്ക് ആ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ കിട്ടി, പാർട്ടിക്കിളുടെ എനർജി എനിക്ക് കിട്ടി. ഇനി പാർട്ടിക്കിളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്തായിരിക്കും? ഞാൻ അവിടെ പറഞ്ഞ പോലെ ക്വാണ്ടം നമ്പേഴ്സ് ഇവിടെ nx ഉം ny nz മൂന്നിന്റെ വാല്യൂസ് 0 1 2 3 എന്ന് പറയുന്ന മറ്റേ പറഞ്ഞ ഫിക്സ്ഡ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ് അവിടെ. 1 2 3 ലൈക്ക് ദാറ്റ് എന്ന് പറയുന്ന വാല്യൂസേ ഇവിടെയും അറ്റൈൻ ചെയ്യാൻ പറ്റൂ. പക്ഷെ മൂന്നിനും ഒരേ വാല്യൂസ് ആവണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അങ്ങനെയുണ്ട്. 0 ആവില്ല, ഫ്രാക്ഷൻ ആവില്ല, നെഗറ്റീവ് ആവില്ല, റിയൽ നമ്പേഴ്സ് മാത്രമായിരിക്കും. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ nx വിൽ ബി ഈക്വൽ ടു ny ഇസ് ഈക്വൽ ടു nz. എപ്പോഴും അത് മൂന്ന് ഈക്വൽ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. nx 1 ആവാം, ny വേണമെങ്കിൽ 2 ആവാം, nz വേണമെങ്കിൽ ആ സമയത്ത് 3 ആവാം. അതേപോലെ ഒരെണ്ണം nx 2, ny 1, nz can be 2, anything like that. മൂന്നും ഒരേപോലെ ആവണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതിന്റെ ലോവസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ മൂന്നിന്റെ വാല്യൂസ് ഏറ്റവും ലോ ആവുമ്പോഴാണ്. ദാറ്റ് ഈസ് ഈ ആ കേസിൽ 3 1 ആവുമ്പോഴാണ് ഇതിന്റെ ലോവസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ മൂന്നും nx ny, nxന്റെ ലോവസ്റ്റ് വാല്യൂ 1 ആണ്, nyയുടെ ലോവസ്റ്റ് വാല്യൂ 1 ആണ്, nzന്റെ ലോവസ്റ്റ് വാല്യൂ 1 ആണ്. അപ്പോൾ ലോവസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ മൂന്നിനും ലോവസ്റ്റ് വാല്യൂ കൊടുക്കുക. അത് മൂന്നും 1 ആണ്. അപ്പോൾ യു ഗെറ്റ് ദ വാല്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് മൂന്നും കൊടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് 1 by lx square plus 1 by ly square plus 1 by lz square. അങ്ങനെ വരും. ഇനി ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് എടുക്കുക, ക്യൂബിക്കൽ ബോക്സ് എടുക്കുക. ക്യൂബിക്കൽ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ക്യൂബിക്കൽ ബോക്സിന്റെ പ്രത്യേകത അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണ്. അപ്പൊ ആ കേസിൽ സ്പെഷ്യൽ കേസ് 3D ബോക്സിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് ക്യൂബിക്കൽ ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്യൂബിക്കൽ ബോക്സിന്റെ കേസിൽ എന്റെ പ്രത്യേകത lx is equal to ly is equal to lz. മൂന്ന് സെയിം ആണ്. ഞാൻ അതിനെ ക്യാപിറ്റൽ L ആയിട്ട് എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യൂബിക്കൽ ബോക്സിന്റെ പാർട്ടിക്കിളിലുള്ള എനർജി എന്തായിരിക്കും? h square by 8m l square ഇതായിട്ട് മാറും. കാരണം ഇവിടെ ഇതാണ് എനർജി. ഇവിടെ lx ഉം ly lz ഉം സെയിം ആണ്. അപ്പൊ l square പ്ലസ് l square ഇവിടെ l square മൂന്നും l ആയതുകൊണ്ട് l-നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ബ്രാക്കറ്റിന്റെ അകത്ത് ഈ ക്വാണ്ടം നമ്പേഴ്സ് മാത്രമാവും. അപ്പൊ ദിസ് എനർജി ബിക്കംസ് E is equal to h square by 8m l square nx square plus ny square plus n square square. ഇത് ക്യൂബിക്കൽ ബോക്സിലാണ്.
ഇനി ഞാൻ പറഞ്ഞ പോലെ ലോവസ്റ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ടേംസ്, ഈ 3 കോണ്ടന്റ് നമ്പേഴ്സും 1 ആവുന്നത് ലോവസ്റ്റ് വാല്യൂ, അതായത് 3 1 ആവുന്ന കേസ്. അതായത് അതിനെ ഞാൻ E111, മറ്റേത് E1 ആയിരുന്നു കാരണം അവിടെ ഒരു കോണ്ടന്റ് നമ്പറേ ഉള്ളൂ. ഇവിടെ 3 കോണ്ടന്റ് നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ ഓരോന്നിന്റെ വാല്യൂ ആണ് 111. ഇവിടെ E111 എന്ന് എഴുതുന്നു. h²/8ml². ഇവിടെ 1, ഇത് 1, ഇത് 1, ഇത് 1. ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? 3h²/8ml² എന്ന് കിട്ടും. ഓർക്ക E1 എന്തായിരുന്നു? E1ന്റെ വാല്യൂ ഓർമ്മയുണ്ടോ? 1 ഡയമെൻഷൻ ബോക്സിന്റെ കേസിൽ 0 പോയിന്റ് എനർജി h²/8ml². E1 അതായത് പാർട്ടിക്കിളിന്റെ 1 ഡയമെൻഷൻ ബോക്സിന്റെ കേസിൽ അതിന്റെ ലോവസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് h²/8ml² ആയിരുന്നു. പക്ഷെ ഒരു ക്യൂബിക്കൽ ബോക്സിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ ലോവസ്റ്റ് എനർജി എന്ന് പറയുന്നത് 3h²/8ml² ആണ്. അതായത് ഒരു ഈ എനർജി എന്ന് പറയുന്നത്, അതായത് ഒരു ക്യൂബിക്കൽ ബോക്സിലുള്ള പാർട്ടിക്കിൾ എനർജി എന്ന് പറയുന്നത് ഒരു 1 ഡയമെൻഷൻ ബോക്സിലുള്ള പാർട്ടിക്കിൾ എനർജിയെക്കാളും 3 ഇരട്ടിയാണ്. ദാറ്റ് ഈസ് 3 times than that of a particle in a 1 dimensional box of length L. അതേ ലെങ്ത് ഉള്ള ഇവിടെ L എന്ന് പറയുന്ന അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അപ്പോൾ ക്യൂബിക്കൽ ബോക്സിന്റെ ലെങ്ത് രണ്ടിന്റെ ലെങ്ത് സെയിം ആണ്. അപ്പോൾ ഈ ഒരു 1 ഡയമെൻഷൻ ബോക്സിലുള്ള പാർട്ടിക്കിളിനെക്കാളും ഒരു ക്യൂബിക്കൽ ബോക്സ് അതേ ലെങ്ത് ഉള്ള ഒരു ക്യൂബിക്കൽ ബോക്സിലോട്ട് നമ്മൾ പോകുമ്പോൾ അതിന്റെ എനർജി, പാർട്ടിക്കിൾ എനർജി 3 മടങ്ങായിട്ട് കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് കേസ് ആയിട്ട് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടില്ല. ഫോർ ദ ടൈം ബീയിങ് വിൽ സ്റ്റോപ്പ് ഹിയർ. അപ്പൊ ഇന്നത്തെ കേസ് നമ്മൾ പറഞ്ഞത് 3 ഡയമെൻഷൻ ബോക്സ് ആണ്. അപ്പൊ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം 1 ഡയമെൻഷൻ ബോക്സ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം 3D ബോക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ നമ്മളത്തെ ക്ലാസ് ഐ തിങ്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി ഡൗട്ട്സ് ഓൺ ദിസ് ഈ ക്യൂബിക്കൽ ബോക്സ് കൺസിഡർ ചെയ്ത? വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. 1 ഡയമെൻഷൻ ബോക്സ് തന്നെ പോലെ സോൾവ് ചെയ്താൽ മതി. ആകെയുള്ള വ്യത്യാസം ഇവിടെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ അത് 1 ഡയമെൻഷൻ ബോക്സിന്റെ ഇക്വേഷൻ ആയിട്ട് മാറും. 3 ഇക്വേഷൻ സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. പേ ഫംഗ്ഷനും M.Sc നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും എന്നാണ് കേസ്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ഡൗട്ട്സ് ഇനി വല്ലതും ഉണ്ടോ? ഡൗട്ട്സ്?